ഞാൻ ഒരുപാട് കൺട്രി വിസിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നല്ലൊരു അനുഭവമല്ല എനിക്ക് കിട്ടിയത്. അവസാനിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇത് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തിനാ മോളെ ഇങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് ഓരോ പണികൾ വാങ്ങിക്കൂട്ടി വെക്കുന്നത്? ഞാൻ അതേ ചോദിക്കത്തുള്ളൂ. ഇന്നത്തെ കാലത്ത് ഈ ലോകത്തിൽ ആരും സേഫ് അല്ല. ഈ ലോകത്തിൽ നമ്മളെല്ലാവരും മറ്റാരൊക്കെ വലിക്കുന്ന ചരടിന് പിന്നാലെ പ്രവർത്തിക്കുന്ന വെറും യന്ത്രങ്ങൾ മാത്രമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുത്തന്റെ ഫയൽ വന്നല്ലോ, അതിന്റെ അകത്തൊക്കെ നടന്നിട്ടുള്ള അപരാധങ്ങൾ, ഇന്ന് ലോകത്തിൽ ടോപ്പായിട്ട് നിൽക്കുന്ന വ്യക്തികൾ അടക്കം ചെയ്തു കൂട്ടിയിട്ടുള്ള അപരാധങ്ങൾ കണ്ടില്ലേ? ആ സ്ഥിതിക്ക് ഇന്ന് ഏത് നാട്ടില് ഏത് രാജ്യത്തിൽ ആരാണ് സേഫ്? ആരും സേഫല്ല. ആണും പെണ്ണും ആരും കുട്ടികൾ അടക്കം സേഫല്ല. കണ്ണിച്ചോരയില്ലാത്ത നാറിയ പരിപാടികളാണ് മനുഷ്യന്മാർ കാട്ടിക്കൂട്ടിയിട്ടുള്ളത്. ഇന്നത്തെ അങ്ങ് മേലെ തട്ട് ലോകം ഭരിക്കുന്നവന്മാർ ചെയ്ത് കൂട്ടിയിട്ടുള്ളത് കണ്ടല്ലോ. ഞാനിനി പ്രത്യേകിച്ച് എടുത്തൊന്നും പറയുന്നില്ല. എന്തൊക്കെ അപരാധങ്ങളായി ലോകത്ത് നടക്കുന്നത്. ഈ ലോകം നശിച്ചു, ലോകം നശിച്ച് നാറാണത്തായി. മൃഗങ്ങൾ തന്റെ ഇരയെ തീർക്കുന്നതിൽ ഒരു അന്തസ്സുണ്ട്, സത്യം. അത് തിന്നാൻ വേണ്ടി അങ്ങ് തീർക്കുന്നു. പക്ഷെ മനുഷ്യന്മാർ ക്രൂരമായിട്ട് ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ഇഞ്ചിഞ്ചായിട്ട് ഏറ്റവും വലിയ കൊടും ക്രിമിനലുകളും ഏറ്റവും വലിയ കൊടും മൃഗങ്ങളുമാണ് മനുഷ്യന്മാരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനത്തെ ഒരു ലോകത്താണ് ഞാനും നിങ്ങളും അടങ്ങുന്നവർ ജീവിക്കുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ ഇന്ന് പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് ലോകം കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ ആലോചിച്ചാൽ മാത്രം പോരെ. എല്ലാവർക്കും ആഗ്രഹം കാണും സോളോ ട്രിപ്പ് അടിക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ എന്ന്. പക്ഷേ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഇങ്ങനെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ പണികളെ കിട്ടത്തുള്ളൂ. അതുപോലും മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം നിങ്ങൾക്കില്ല എന്ന് പറയരുത്. ഞാൻ അത്രേ പറയത്തുള്ളൂ. ഒരു പെൺകുട്ടി ജന്ന ഷെസ്മിൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് സോളോ അടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ലോകം ചുറ്റാനായിട്ട്. നല്ല കാര്യമാണ്, കാണാനും കൊള്ളാം. റീലൊക്കെ ഇടുമ്പോൾ നല്ല രസമായിരിക്കും, പോസ്റ്റുകളൊക്കെ ഇടുമ്പോൾ നല്ല ഏണിങ്സും കിട്ടും, എല്ലാം ഓക്കെയാണ്. പക്ഷേ ഈ ലോകം ചുറ്റാനായിട്ട് ട്രിപ്പായിട്ട് ഇറങ്ങുമ്പോൾ ഊടുവഴിയിലൂടെയും അവിടെ കൂടി ഇവിടെ കൂടി ഷോർട്ട് കട്ട് അടിച്ചും പൈസ ചുരുക്കിയൊക്കെ നിങ്ങൾ ഓരോ പരിപാടികൾ ചെയ്യുമ്പോൾ ഇതല്ല ഇതിന്റെ അപ്പുറം നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. പ്രത്യേകിച്ച് പെൺകുട്ടികളാണ്. ആണുങ്ങളടക്കം അവിടെ സേഫ് അല്ല, പിന്നെയാണ് പെണ്ണുങ്ങൾ. അതാണ് അവസ്ഥ. ഓരോരുത്തന്മാരെ കൈ കിട്ടിക്കഴിഞ്ഞാൽ പിച്ച് ചീന്തും. നമ്മുടെ നാട്ടിലും സേഫ് അല്ല, നമ്മുടെ രാജ്യത്തും സേഫ് അല്ല, ഒരു രാജ്യത്തും ഒരു ലോകത്തും സേഫ് അല്ല. അതാണ് ഇന്നത്തെ അവസ്ഥ. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് പെൺകുട്ടികളെ നിങ്ങൾ തന്നെ സൂക്ഷിക്കുക. ജോർദാനിലെ പെട്ര എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ പെൺകുട്ടി യാത്ര ചെയ്തത്. താജ്മഹൽ അവിടെ ഇവിടെ എല്ലായിടത്തും ഒക്കെ പോയിട്ടുണ്ട്. നല്ല നല്ല അടിപൊളി സ്ഥലങ്ങളിൽ പോയിട്ട് അടിപൊളി വീഡിയോസ് ഒക്കെ എടുത്തിടുന്ന ഒരു പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടി ജോർദാനിൽ ഇതുപോലെ പോയിട്ട് പെട്ര എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയിട്ടുണ്ട്. അവിടെ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ട്. അങ്ങനത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു വരുന്ന സമയത്ത് ഏതോ ഊടുവഴി അവിടെ കൂടിയൊക്കെ കയറി വരുന്നു. ഒരുത്തന്റെ കഴുതപ്പുറത്ത് കയറിയിരുന്ന് വരുന്നു. അവൻ നല്ലപോലെ മുതലെടുപ്പ് നടത്തുന്നു എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. വീഡിയോ കണ്ട സമയത്തും വീഡിയോയിലായിട്ട് നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. എന്നാൽ കൂടി ആ പെൺകുട്ടിയുടെ മുഖഭാവങ്ങളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തോ മോശമായിട്ട് അവിടെ നടക്കുന്നുണ്ട്. അവൻ എന്തോ ബാക്കിൽ കൂടി പിടിക്കുക എന്തോ ചെയ്യുന്നുണ്ട്. അതാണ് സംഭവം നടക്കുന്നത്. നമുക്ക് എന്തായാലും ആ പെൺകുട്ടി ആദ്യം ഈ ട്രാവലിംഗ് ആയിട്ട് പോകുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ആ സ്ഥലങ്ങളെയൊക്കെ പറ്റിയിട്ട്. നമുക്ക് അതാദ്യം ഒന്ന് കണ്ടിട്ട് തുടങ്ങാം. അവസ്ഥ ഇവിടെ ആരും സേഫ് അല്ല. ആ സ്ഥിതിക്ക് സ്വന്തമായിട്ട് തന്നെ നമ്മൾ സൂക്ഷിക്കുക. വേറെ ആരും വരൂല. പ്രത്യേകിച്ച് സോളോ ആയിട്ടൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാം, ഇതല്ല ഇതിന്റെ അപ്പുറം മോശം അനുഭവങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. ലോകമേ തൊലഞ്ഞു കിടക്കുന്നത്. അതിന്റെ ഇടയിലാണ് ഞാനൊന്നും പറയുന്നില്ല. ആദ്യം ആ വീഡിയോ കാണാം. ഓക്കെ, മാഷാല്ലാ 5000 വർഷം പഴക്കമുള്ള ചെങ്കല്ലിൽ കൊത്തിയ, പെരുങ്കല്ലല്ല ചെങ്കല്ലില് കൊത്തിയ ഐറ്റമാണ് ഗായ്സ്. നോക്കിക്കേ, ഇതുപോലുള്ള ഒരു പരിക്കൻ പാറയാണ്. ആ പാറയിൽ നിന്നാണ് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒരിക്കലെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഒരു സ്ഥലത്തോട്ട് നിങ്ങൾക്ക് വരണമെന്ന്? ഞാനൊക്കെ ഒരു ഫോട്ടോ ഏതെങ്കിലും സ്ഥലത്തിന്റെ കണ്ടു കഴിഞ്ഞാൽ അത് വെച്ച് പൂജിക്കല ഇവിടെ പോണെന്ന് പറഞ്ഞിട്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒട്ടകമുണ്ട്. ഒട്ടകത്തിന്റെ മണ്ടിയിൽ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം. ബട്ട് എനിക്ക് തുറന്നു വെച്ചിരിക്കുന്നില്ലേ, ഈ തുറന്നു വെച്ചിരിക്കുന്നതിന്റെ എല്ലാത്തിനകത്തും ശവങ്ങളുണ്ട്. അത് ഇന്നും ഇന്നലത്തെയും 10 വർഷം 100 വർഷത്തെന്നല്ല, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുള്ളതാണ്. വല്ലാത്തൊരു സംഭവം തന്നെ. ഓക്കെ, നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ട് ആ കുട്ടി അങ്ങനെ യാത്ര ചെയ്ത് പോവുകയാണ്. നല്ല കാര്യമാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് ആണായാലും പെണ്ണായാലും നമ്മളെല്ലാവരും ആഗ്രഹിക്കും സോളോ ആയിട്ടൊക്കെ ട്രിപ്പ് പോകണം, അടിച്ചു പൊളിക്കണം, വേൾഡ് ടൂറൊക്കെ കറങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കും. പക്ഷെ ഇന്ന് ഈ ലോകത്ത് ആരും സേഫ് അല്ലടേ, സേഫ് അല്ല. അതിന്റെ ഇടയിൽ കൂടിയാണ് ഒറ്റയ്ക്ക് പോകുന്നത്. കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൂടി കൂട്ടിക്കൂടെ എന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ. എന്തിനാണ് നമ്മൾ ഓരോ മെനയെടുത്ത് തലയിൽ വരുത്തി വെക്കുന്നത്? എന്തിനാണ്? അവസാനം ഓരോന്ന് വന്നതിന് ശേഷം കൈയും കാലോട്ട് അടിക്കും. ഇതൊക്കെ കൊഴുപ്പുകൾ കയറിയിട്ട് പോകണമെന്ന് ചില സമയത്ത് ഞാൻ ചിന്തിച്ചു. ഈ വേൾഡ് ടൂറൊക്കെ ഒറ്റയ്ക്ക് അങ്ങ് പോവുകയാണ്. വേറൊരുത്തിയുണ്ട്, ബാക്ക് പാക്കർ അരുണിമ. അവളും ഇതുപോലെ തന്നെ പല സ്ഥലത്തും പോയിട്ട് പലതും വരുത്തി വെക്കുന്നുണ്ട്. അവള് എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കണ്ടന്റിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ പൊന്നളിയന്മാരെ ഞാൻ ഉള്ള കാര്യം പറയാം, നമ്മൾ തന്നെ സൂക്ഷിക്കുക.
എന്നിട്ട് ഓരോന്ന് സംഭവിച്ചതിന് ശേഷം അയ്യോ അവൻ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ആരും നല്ലവന്മാരല്ല, എല്ലാവരും ഒന്നും അല്ല എന്നിലും ഞാൻ പറയുക. ഇവിടെ ആരും സേഫ് അല്ല, അതാദ്യം മനസ്സിലാക്കും. ഈ ലോകത്ത് ആരും സേഫ് അല്ല. മറ്റവന്റെ ഫയൽ കണ്ടില്ല, അവന്റെ ഫയലിന്റെ പേര് പറഞ്ഞ് ചിലപ്പോൾ എന്റെ ചാനൽ അടിച്ചു. അതാണ് ഞാൻ ഒന്നും പറയാത്തത്. വേറൊരു വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിന് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. ആ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനൊന്നും തുറന്ന് പറയാത്തത്. എന്തിന് ഇവിടെ ആരും സേഫ് അല്ല, അവനവനെ സൂക്ഷിക്കുക. ഈ പെണ്ണുങ്ങളൊക്കെ പ്രത്യേകിച്ച് ഒറ്റയ്ക്കൊക്കെ വേൾഡ് ടൂർ അടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ജീവൻ പണയം വെച്ചിട്ടുള്ള കളിക്കാണ് ഇറങ്ങിത്തിരിക്കുന്നത്. ജാവാൻ കണക്കിനാണ് ഇറങ്ങിത്തിരിക്കുന്നത്. ഞാൻ ഉള്ള കാര്യം പറയാം. ഈ കാട്ടിൻ്റെ അകത്തൂടെ അവിടെ കൂടി ഇവിടെ കൂടിയൊക്കെ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഇവനൊക്കെ പിടിച്ച് വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും? എന്ത് ധൈര്യത്തിന്റെ പുറത്താണ്, ഇരട്ട കറണ്ടിന്റെ പുറത്താണ് നീക്ക് ഈ പോകുന്നതെന്ന് എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. ഞാൻ ഉള്ള കാര്യം പറയാം. ഇനി അവള് ഒരു കഴുതപ്പുറത്ത് കയറി പോകുന്നുണ്ട്. അവിടെ നിന്ന് ഏതോ ഷോർട്ട് കട്ട് അടിച്ചിട്ട് എവിടെ എത്താനുള്ള വഴിയാണ്. അത്യാവശ്യം നീക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് നേരായ മാർഗത്തിലൂടെ പോകാൻ ശ്രമിക്കും. വല്ല ഷോർട്ട് കട്ടും അടിച്ച് വല്ലവന്റെ ഇടയിൽ കൂടി കയറി പോവാതിരിക്കാൻ നോക്കുക കേട്ടോ. ഞാൻ ഉള്ള കാര്യം പറയാം. ഇതൊക്കെ വരുത്തി വെക്കുന്നതാണെന്ന് നമുക്ക് പറയേണ്ടി വരും. വല്ലാത്ത അവസ്ഥ. വേറെ ഒന്നുമല്ല, പെണ്ണുങ്ങളാണ്. ആണുങ്ങളെ സേഫ് അല്ല, അതിന്റെ ഇടയിൽ കൂടി നിങ്ങൾ പെണ്ണുങ്ങളുമാണ്. ഓരോരുത്തർ തമ്മിൽ കൈ കിട്ടി കഴിഞ്ഞാൽ പിച്ച് ചീന്ത്. അതാണ് അവസ്ഥ. We are going with that pool? With the mule. I don't have cash. I already told you. Yes, you pay later in the visa. We arrive there in ATM. No, I don't have cash. എല്ലാ പൊള്ളത്തിലും ഞാൻ പറയും പിടിച്ചിരിക്കാൻ. എൻ്റെ അവസ്ഥ വല്ലാത്തൊരു അവസ്ഥയാണ്. എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, ശ്വാസം കിട്ടുന്നില്ല. കാരണം ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലത്തോട്ട് എത്തിയിരിക്കണമെന്ന് പറയുമ്പോൾ ഇതോ ആ കാണുന്ന താഴെന്നില്ലേ, അവിടെ നിന്നാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവൻ എന്നോട് ഷോർട്ട് കട്ട് എന്നും പറഞ്ഞ് ഇവിടെ വിളിച്ചിട്ട് വന്നു. ഇപ്പം അവൻ എന്നോട് പറയുക ഇന്നും ഞാൻ നടന്നു കഴിഞ്ഞാൽ ചത്തുവും. അതുകൊണ്ട് മ്യൂളിൽ പോകാൻ പറഞ്ഞു. മ്യൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈപ്പല്ല, കഴുതയാണ്. ദാ ഈ ബാക്കി കാണുന്ന സാധനമാണ്. എനിക്ക് നല്ല പേടിയുണ്ട്. കുതിരയാണെങ്കിലും പിന്നെ പേടില്ല, കാരണം ഞാൻ മുന്നേ കാശ്മീരൊക്കെ പോയപ്പോഴത്തേക്ക് പോയിട്ടുണ്ട്. ഇത് ഓൾമോസ്റ്റ് കുതിരേനെ കണക്കേണ്ട ഉണ്ട്. ഇവ എന്നോട് പറഞ്ഞ 10 ദിനാർ കൊടുത്തു കഴിഞ്ഞാൽ നിന്നെ അവരവിടെ കൊണ്ട് എത്തിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഇനി ഞാൻ പൈസ നോക്കിയിട്ട് കാര്യമില്ല. 10 ദിനാർ കൊടുത്തിട്ട് പോവാനാണ്. ഏകദേശം 50 ദിറംസ് വരും. 50 ദിറംസ് ആണ് ഇവിടെ നിന്ന് അവിടെ പോകാൻ വേണ്ടിയിട്ട്. ഇത് മുന്നേ നമ്മളെ കണ്ട ഇലക്ട്രിക് കാറിലാണെന്നുണ്ടെങ്കിൽ 15 ദിനാറാണ്. അത് പോയെങ്കിൽ മതിയായിരുന്നു, ഇപ്പൊ വന്നാൽ മതിയായിരുന്നു. ബിക്കോസ് എനിക്ക് 6 മണിക്ക് ഇവിടെ നിന്ന് തിരിക്കണം. 1 മണിക്കൂർ എടുക്കാൻ സ്ഥലത്ത് താണ്ടി. അത് ഞാൻ വേറൊരു ബ്ലോഗിൽ വരാം. ഒരുപാട് ഇവിടെ കാണിക്കാനുണ്ട്, ഇഷ്ടംപോലെ എനിക്കിവിടെ കാണിക്കാനുണ്ട്. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ വയ്യ. ഒന്നാമത്. രണ്ടാമത്തെ കാര്യം, എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ അറിയത്തില്ല. അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ടല്ലോ. ഞാൻ അവന്റെ പേര് പോലും ഞാൻ ചോദിച്ചിട്ടില്ല. അവന് എങ്ങോണ്ട് ഓടിപ്പോയി. ഇവിടെ എന്നെ രാത്രി മുഴുക്കം നിർത്തുമെന്ന് എനിക്ക് അറിയത്തില്ല. നല്ലൊരു പയ്യനായിരുന്നു. അവൻ എന്റെ അടുത്ത് കുറെ ഇങ്ങനെ പറഞ്ഞു. അവന്റെ അടുത്ത് പൈസ ഇല്ലടാ എന്റെ 1 രൂപ എടുക്കാനില്ലടാ, എന്തെങ്കിലും എടുക്കൂല. അപ്പൊ അവന് കാർഡ് നിർത്താൻ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കാർഡ് നടക്കാനായിട്ട് കാർഡിലെ പൈസ ആദ്യപ്പോഴേ കഴിഞ്ഞു. സംഭവം 2 ദിവസമായിട്ടുള്ളൂ. ഞാൻ ഇന്നലെ വൈകുന്നേരം എത്തിയതാണ്. അപ്പം അതിന്റെ ഇടയിൽ ഒരുപാട് സ്പെൻഡ് ആയിട്ട് കണക്കുകളൊക്കെ വഴിയെ വരുന്നതായിരിക്കും. ചിൽ ദെൻ ഞാൻ നോക്കട്ടെ. ഇവന്റെ സവാരിക്കാരനെ ഒന്ന് വിളിക്കട്ടെ. ഒറ്റയ്ക്ക് എന്തായാലും പോകാൻ പറ്റില്ല, കാരണം എനിക്ക് വഴിയറിയില്ല, അതിനും വഴിയറിയുണ്ടാവില്ല. അപ്പൊ എന്റെ സവാരിക്കാരന് ഒന്ന് വരട്ടെ, എന്നിട്ട് നോക്കട്ടെ എന്താവും അവസ്ഥ എന്നൊക്കെ ഉള്ളത്. ഓക്കെ, അങ്ങനെ അവള് നൈസായിട്ട് കഴുതപ്പുറത്ത് കയറി പോവാണ്. 15 ദിനാർ എന്തോ കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ ഇലക്ട്രിക് വണ്ടിയിൽ എന്തോ കയറി പോവായിരുന്നു. അത് പോവാണ്ട് ഷോർട്ട് കട്ട് അടിച്ച് അവസാനം കഴുതപ്പുറത്ത് കയറി പോകുമ്പോൾ 50 ദിനാർ കൊടുക്കേണ്ട അവസ്ഥ. അതല്ലേ പറഞ്ഞത്. നിങ്ങൾ ഇങ്ങനത്തെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് പൈസ നോക്കരുത്. ഒന്നുകിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സെക്യൂരിറ്റി വേണം നോക്കാൻ. ആദ്യം സേഫായിട്ട് എത്താൻ ശ്രമിക്കുക. അല്ലാണ്ട് വല്ലവൻ്റെ ഇടയും കൂടി കയറി, വല്ല ഇടുക്കിൻ്റെ ഇടയിൽ കൂടി കയറി, വല്ല കഴുതപ്പുറത്തും കയറി വല്ലവനും കൊണ്ടിട്ട് വല്ലയിടത്തോട്ട് പണി കഴിഞ്ഞാൽ പിന്നെ കൈയും കാലും ഇട്ട് അടിച്ചിട്ട് കാര്യമുണ്ടാകും. ഇവിടെ ഈ കുട്ടിയുടെ അടുത്ത് അവൻ മോശമായിട്ട് പെരുമാറുന്നു എന്നുള്ള രീതിയിലാണ് കുട്ടി ആ വീഡിയോ പ്രസന്റ് ചെയ്യുന്നത്. അത് കാണുന്ന സമയത്തും എന്തോ നമുക്ക് അങ്ങനെ തോന്നും, പക്ഷെ നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ പറ്റത്തില്ല. എന്നാലും ഞാൻ പറയുകയാണ്, ഞാൻ ഈ കണ്ടന്റ് ചെയ്യാനുണ്ടായ റീസൺ തന്നെ നിങ്ങൾ പെൺകുട്ടികൾ നിങ്ങളെ തന്നെ സംരക്ഷിക്കുക. ആണുങ്ങളെ സേഫ് അല്ലാത്ത ഈ കാലഘട്ടത്ത് നിങ്ങൾ പെൺകുട്ടികൾ നിങ്ങളെ തന്നെ ഒന്ന് സൂക്ഷിക്കുക. വല്ലവൻ്റെയും കൂടെ കയറി വല്ല കഴുതപ്പുറത്തും കയറി അവൻ കൊണ്ടിട്ട് വല്ലടോട്ട് പ്ലക്കിയിരുന്നെങ്കിൽ പിന്നെ കൈ കാലോട്ട് അടിച്ചിട്ട് കാര്യമുണ്ട്. അതാണ് പറയുന്നത്. ആരെ വിശ്വസിക്കാൻ കൊള്ളും? സ്വന്തം അപ്പനെ വിശ്വസിക്കാൻ പറ്റാത്ത കാലത്തിൽ കൂടി കടന്നു പോകുമ്പോഴാണ് വല്ലയിടത്തും പോയിട്ട് വല്ല ഇടയിൽ ഇരിക്കണവന്മാരെ വിശ്വസിക്കുന്ന അവസ്ഥ. ഉള്ള കാര്യം പറയാം, വളരെയധികം പരിതാപകരമാണ്. നിങ്ങളൊക്കെ ഓരോന്ന് വരുത്തി വെക്കും, എന്നിട്ട് വന്ന് കിടന്ന് അയ്യോ എനിക്ക് അങ്ങനെ വണ്ണി ഇങ്ങനെ വണ്ണി എന്ന് പറഞ്ഞുകൊണ്ട് പറയും. ഞാൻ ഉള്ള കാര്യം പറയാം, ഇതൊക്കെ വരുത്തി വെക്കുന്ന പരിപാടികളാണ്. പക്ഷെ എന്തോന്ന് പറയാൻ, ഇവിടെ ആരും സേഫല്ലോ. ഈ ഒറ്റയ്ക്കൊക്കെ സോളോ പോകുന്നത് വളരെ റിസ്ക്കാണ്. എന്നിട്ട് അവിടെ പോയിട്ട് എനിക്ക് ഈ അനുഭവം മറ്റനുഭവം എന്നൊന്നും പറഞ്ഞ് കൈയും കാലോട്ട് അടിച്ചിട്ട് ഒരു കാര്യമില്ല. ബാക്കി കാണാം. ഇവൻ മോശമായിട്ട് പെരുമാറുന്നു എന്നുള്ള രീതിയിലും ആ പെൺകുട്ടി ചീത്തയൊക്കെ വിളിക്കുന്നുണ്ട്. നമുക്ക് കാണാം. കൈ പിടിച്ച് ഞാൻ ഇരിക്കണം, അല്ലെങ്കിൽ എന്റെ കട്ടയും കൂടെ മറന്നു. നോക്കിക്കേ, എൻ്റെ കൈയിൻ്റെ അടപ്പിളകി പിടിച്ചിട്ട് ചെറുതായിട്ട് പെയിന്. ഇങ്ങനത്തെ ഏരിയകളിലൊക്കെ നമ്മൾ ഈ കുതിരപ്പുറത്തൊക്കെ പോകുമ്പം നല്ല സുഖമാണ്. കാഴ്ചയൊക്കെ കണ്ടു പോകാനും ഭയങ്കര രസമാണ്.
രസമല്ലേ കാണാൻ? ഇതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയതായിരിക്കും അല്ലേ? Look, you see there? Monastery behind this mountain, you know? Which one? You see the last mountain there? Yes. Monastery behind it. Oh, okay. Yeehaw! What's your name? Jana. Dana. Your to name? meet you. Wi-Fi. Wi-Fi. Who's you connect? Wi-Fi? Wi-Fi. Who's you connect? This is my nickname. Okay. What's your real name? Rename Abdullah. Abdullah. നല്ല പേരും വെച്ചിട്ട് Yes, yes. അങ്ങനെ വയറിൽ ചെയ്ത്താൻ്റെ അടുത്ത് ചെയ്തോണ്ടിരിക്കണം അതിൻ്റെ മുൻ വേറെ വഴിയില്ല എനിക്ക്. പക്ഷേ ഈ ഒരവസ്ഥ ആർക്കും കൊടുക്കരുത്. നാട്ടിൽ വല്ലവരിക്കണമെങ്കിൽ ഞാൻ ചെട്ട് പൊളിച്ചാണ്. ഈ വഴി കണ്ടു കഴിഞ്ഞാൽ What's that behind you? Look there. Look to the sun, look. ഓക്കെ, ഇവിടെ അവൻ മോശമായിട്ട് പെരുമാറുന്നു എന്നുള്ള രീതിയിലാണ് ആ കുട്ടി പറയുന്നത് മാത്രം നമുക്ക് അറിയാൻ പാടുള്ളൂ. എന്തായാലും ഞാൻ അവനെയും ചീത്ത വിളിക്കാൻ പോകുന്നില്ല, അറിയില്ല, അവൻ പെരുമാറിയതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ ചീത്ത വിളിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ പെൺകുട്ടികൾ ഒരു കാര്യം മനസ്സിലാക്കുക, എവിടെ യാവൻ കിട്ടിയാലും പിടിച്ചിട്ട് പ്ലക്ക്, പ്രത്യേകിച്ച് വേറെയുള്ള നാടുകളിൽ സൂക്ഷിക്കുക. നമ്മുടെ നാട്ടിലെ സേഫ് അല്ല, വേറെയുള്ള നാട്ടിലും വലിയ സേഫ് ഒന്നുമല്ല. അവിടെ ഉള്ള കൊമ്പത്തിരിക്കുന്നവന്മാരാണ് ലോക ചെറ്റകൾ. ആ സ്ഥിതിക്ക് നിങ്ങളെ സൂക്ഷിക്കുക. എനിക്കിതിൽ കവിഞ്ഞ് വേറൊന്നും പറയാനില്ല. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ട് വല്ലതും നേദിക്കാൻ പറ്റുമോ? ഒറ്റയ്ക്കൊക്കെ പെമ്പിള്ളാർ സോളോ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഇതല്ല ഇതിൻ്റെ അപ്പുറം ഫേസ് ചെയ്യേണ്ടി വരും, ഉറപ്പായിട്ട് വരും. പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട് അവസാനം കഴുതപ്പുറത്ത് കയറി പോയിട്ട് വല്ലവനും കൊണ്ടിട്ട് വല്ല വളയിലിട്ട് വല്ലതും പണിക്കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാം. ഇതൊക്കെ വരുത്തി വയ്ക്കുന്ന പരിപാടിയെന്ന് ഞാൻ പറയത്തുള്ളൂ. അവനെന്തോ തട്ടുന്നു എന്നാണ് തോന്നുന്നത്. ആ ഒരു രീതിയിലാണ് ആ കുട്ടിയുടെ പെരുമാറ്റം. തട്ടിക്കാണോ അല്ലെ ബാക്കി പിടിച്ചാണ് എന്തോ ആണ് അവൻ ചെയ്തിട്ടുള്ളത് പോലെയാണ് ആ കുട്ടിയുടെ പെരുമാറ്റം. ഞാനൊരിക്കലും അവനെ ന്യായീകരിക്കുന്നതല്ല, ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നാം. പക്ഷെ നമ്മളെ തന്നെ ഒന്ന് സൂക്ഷിക്കുക. അതല്ല അതിൻ്റെ ഒരു ശരിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിനുശേഷം ഇവിടെ തന്നെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഒരുപാട് കൺട്രി വിസിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നല്ലൊരു അനുഭവമല്ല എനിക്ക് കിട്ടിയത്. ഞാനിവിടെ വരുന്നതിന് മുമ്പ് പറഞ്ഞത് ഇത് ഭയങ്കര സേഫസ്റ്റ് കൺട്രി ആണെന്നൊക്കെയാണ്. ബട്ട് മേ ബി എൻ്റെ ടൈം ശരിയല്ലായിരിക്കാം. ഞാൻ വന്ന വഴി നിങ്ങളെല്ലാവരും കണ്ടതല്ലേ. ഒരിക്കലും നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ വന്ന വഴി ഒരിക്കലും ആരും തിരഞ്ഞെടുക്കരുത്. കാരണം ഇപ്പം ഞാൻ നിൽക്കുന്ന സ്റ്റേജിൽ നിങ്ങൾ നിൽക്കേണ്ടി വരും, എസ്പെഷ്യലി ഒറ്റയ്ക്ക് വരുന്നതുകൊണ്ട്. എനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. എന്താ സംഭവിച്ചെന്നും എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. ചില സമയങ്ങളുണ്ടല്ലോ നമ്മൾ പ്രതികരിക്കാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. എൻ്റെ ഇപ്പോഴത്തെ സന്ദർഭത്തിൽ എനിക്ക് പ്രതികരിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. എനിക്ക് അന്നേരം എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഈ സ്ഥലത്ത് എത്തിയാൽ മതി എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഒന്നും മിണ്ടാതെ വന്നത്. ഐ എം നോട്ട് ഗുഡ്. പ്രതികരിക്കാത്തത് തന്നെയാണ് ഏറ്റവും നല്ല കാര്യമെന്ന് ഞാൻ പറയത്തുള്ളൂ. പ്രതികരിച്ചിരുന്നെങ്കിൽ ആരുമില്ലാത്ത സ്ഥലത്തിട്ട് ഇപ്പോൾ ഈ കുട്ടി പ്രതികരിച്ചിരുന്നെങ്കിൽ അവൻ എന്തെങ്കിലും ചെയ്താനാ ഉറപ്പാ. കാരണം പ്രതികരിച്ച് അവിടെ ഒരു വിഷയമാക്കി കഴിഞ്ഞ് ചിലപ്പോൾ അവൻ പരിപാടിയും ചെയ്തിട്ട് തീർത്തിട്ടങ്ങ് പോകും. ആ പരിപാടി എന്തെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. അതുകൊണ്ട് എന്തുകൊണ്ടും നല്ലത് ആ സമയത്ത് പ്രതികരിക്കാതെ നൈസായിട്ട് സേഫായിട്ട് എത്താൻ ശ്രമിച്ചത് തന്നെ, ജീവനെങ്കിലും ബാക്കി കിട്ടി. അല്ലെങ്കിൽ അവനൊക്കെ പിടിച്ച് എന്തെങ്കിലും ചെയ്തേനെ പ്രതികരിച്ചിരുന്നെങ്കിൽ. എന്തായാലും ഞാൻ ഇത്രേ പറയത്തുള്ളൂ, കുറച്ച് ലാഭം നോക്കിക്കൊണ്ട് കഴുതപ്പുറത്ത് കയറിയതാണ് ഈ അനുഭവം ഉണ്ടായിട്ടുള്ളത്. ഒന്നുമില്ലെങ്കിൽ ഒറ്റയ്ക്കാണ് പോകുന്നത്, ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു സാമാന്യ ബോധം സ്വയമേ ഉണ്ടാവുക. അതെങ്കിലും ആദ്യം സ്വയമേ ഒന്ന് ഉണ്ടാക്കി വയ്ക്കുക.
അല്ലാത്ത പക്ഷം വല്ലതൊക്കെ സംഭവിച്ചിട്ട് കൈയും കാലിട്ട് അടിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഞാൻ ഉള്ള കാര്യം സീരിയസിൽ പറയാം, ഒരു കാര്യവുമില്ല. ഇനി അവൻ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിലൊരു പങ്ക് ഈ കുട്ടിക്ക് ഉണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. എന്തിനാണ് ഇങ്ങനത്തെ സ്ഥലത്തുകൂടി യാത്ര ചെയ്യാൻ പോയത്? ആ ഇലക്ട്രിക് കാർ എങ്ങാണ്ടുണ്ട്, അതിൽ കയറി പോയാൽ പോരായിരുന്നു, പൈസ ലാഭിക്കാൻ പോയതല്ലേ. നമ്മൾ റിസ്ക് എടുക്കണം ജീവിതത്തിൽ. കുറച്ച് ട്രാവലിങ് റിസ്ക്കും എല്ലാം നല്ലതാണ്, പക്ഷെ അത് സിറ്റുവേഷൻ അനുസരിച്ചിട്ടായിരിക്കണം. ഒറ്റയ്ക്കാണ് പോകുന്നതെന്നുള്ളൊരു സാമാന്യ ബോധം കുട്ടിക്ക് ആദ്യം ഉണ്ടാവണം. ഒറ്റയ്ക്കാണ് ഞാൻ പോകുന്നത്, അപ്പൊ ഞാൻ കുറച്ചുകൂടിയൊക്കെ എന്റെ സെക്യൂരിറ്റി നോക്കണം, അല്ലാണ്ട് ഏത് കഴുതപ്പുറത്ത് ഏത് അടി കൂടി കയറി പോകാമെന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആദ്യം മാറ്റി വയ്ക്കുക. പ്രത്യേകിച്ച് പെൺകുട്ടിയാണ്. ആൺകുട്ടികളെ സേഫ് അല്ലാത്ത ഈ ലോകത്താണ് പെൺകുട്ടികൾ. ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയണോ? അതുകൊണ്ട് അവനവനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അവനവനും അവളുകൾക്കും കൊള്ളാം. അല്ലാത്ത പക്ഷം വല്ലവനൊക്കെ കയറി ഇറങ്ങി ഞരങ്ങിട്ട് പോയിട്ട് വന്നിരുന്ന് മോങ്ങിയിട്ട് ഒരു കാര്യമില്ല. ഏതോ രാജ്യം എവിടെയോ. ഇനി അവിടെ കൊണ്ട് പോലീസ് പരാതി കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല. എങ്കിൽ ചിലപ്പോൾ ഈ പെൺകുട്ടി അവിടെ നിൽക്കേണ്ടി വരും. അതേ സംഭവിക്കത്തുള്ളൂ. അതുകൊണ്ട് പോലീസ് പരാതി കൊടുക്കാത്തത് എന്തുകൊണ്ടാണെന്നും എനിക്കറിയില്ല. ഇനി കൊടുത്തു കഴിഞ്ഞ് അതിന്റെ പുറകെ നടക്കാനുള്ള മടി കൊണ്ടാണോ, അല്ലെങ്കിൽ കൊടുക്കാത്തതാണോ, അല്ലെങ്കിൽ ഇനി വേറെന്തെങ്കിലും ആണോ, ഒന്നും പിടിയില്ല. എന്തായാലും അതിന്റെ എക്സ്പ്ലനേഷനുകൾ പറഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. എന്തായാലും കണ്ടെടുത്തോളം അവൻ എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയതായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഇവളുടെ ഫേസിലെന്ന് ഉള്ള എക്സ്പ്രഷനിലെന്ന് എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടായതുപോലെ തോന്നുന്നു. ഞാൻ തീർത്തും പറയാം, ഇനിയിപ്പോൾ നമുക്ക് അവനെ 10 തെറി വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എടുത്തു വെച്ച് വീഡിയോ മറ്റാണോ മാർച്ചാണോ ഏത് കാഴ്പണം കട്ടണോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല, ഒരു കാര്യവുമില്ല. പകരം നമ്മൾ സൂക്ഷിക്കുക, സംരക്ഷിക്കുക, സ്വയമേ ഒരു സെക്യൂരിറ്റിയായി മാറുക. ഇനി ഇവിടെ ഈ കുട്ടി പറയുന്നുണ്ടായിരുന്നു ഈ രാജ്യം സേഫ് ആണെന്ന് പറയുന്നുണ്ടായിരുന്നു. എല്ലാ രാജ്യവും സേഫാണ്, പക്ഷെ എല്ലായിടത്തും തന്തയില്ലാത്തവന്മാരുണ്ടെന്ന്. അതാണ് അതിന്റെ മറ്റൊരു വാസ്തവം. അത് മനസ്സിലാക്കി അവനവനെ സംരക്ഷിച്ചു പോവുക എന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. ബാക്കി പെൺകുട്ടി റൂമിലെത്തിയതിനു ശേഷം പറയുന്നുണ്ട്, കേട്ടു നോക്കാം. ഞാൻ ഇവിടെ തിരിച്ച് റൂമിലെത്തിയിട്ടുണ്ട്. തിരിച്ചെത്തിയതല്ല, വേറൊരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. ഏകദേശം 2 മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്തിട്ട് ഇപ്പോൾ വാദി മൂസ എന്നുള്ളൊരു സ്ഥലത്താണുള്ളത്. ഞാൻ രാവിലെ യാത്ര പുറപ്പെടുന്ന സമയത്ത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം എക്സൈറ്റഡ് ആയിരുന്നു എന്നുള്ളത്. അവസാനിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇത് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇത്രയും ട്രാവൽ ചെയ്തിട്ടുണ്ട്, ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട്, ഒരുപാട് കൺട്രി ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട്. അറിയാത്ത ഭാഷകളായിരുന്നു, എന്നിരുന്നാലും സേഫ് ആയിട്ട് ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷെ ഈ ഒരു കൺട്രിയിൽ ഞാൻ വന്നിട്ട് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറെയൊക്കെ നമ്മളെ ലൈഫിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആയാൽ തന്നെ നമ്മളത് കാണാതെ വിടും. കാരണം എന്താ വെച്ചാൽ നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മളെ കൂടെ ഉണ്ടാവും, നമ്മളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവിടെ ഞാൻ വന്നിട്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചപ്പോൾ എനിക്കറിയില്ല എങ്ങനെയാ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന്. ആ സമയത്ത് ഞാൻ എന്റെ മാനത്തിനേക്കാളും എന്റെ ജീവനാണ് വാല്യൂ കൊടുത്തത്. കാരണം ചില സന്ദർഭങ്ങളിൽ നമുക്ക് മാനത്തിനേക്കാളും വലുത് ജീവൻ തന്നെയാണ്. എനിക്ക് അന്നേരം അങ്ങനെയാ തോന്നിയത്. എനിക്ക് എങ്ങനെയെങ്കിലും എത്തിയാൽ മതി എന്നുള്ളത് കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്താന്നുള്ളത്. എനിക്കൊരൊറ്റ കാര്യം പറയാനുള്ളൂ, കുറെ ആളുകളൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി ലേഡീസ് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ആളും പേരും അറിയാത്തൊരു സ്ഥലത്ത് ചെന്നിട്ട് ഒരാളെയും വിശ്വസിച്ചിട്ട് നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല. അതിനൊരു ഉദാഹരണമായിട്ടാണ് ഞാനിപ്പോ പറയുന്നത്. കാരണം അത്യാവശ്യം ധൈര്യവും കാര്യങ്ങളും എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മളെ ലൈഫിൽ എന്താ നടക്കണമെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. ഞാൻ മാക്സിമം കരയാതെ, ഇതുവരെയ്ക്കും ഞാൻ എവിടെയും കരഞ്ഞൊരു വീഡിയോ പോലും ഞാൻ ഇട്ടിട്ടില്ല. ഞാൻ ഒരുപാട് പിടിച്ചിരുന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് കരഞ്ഞിട്ട് ആരടുത്തും ഇത് പറയാൻ വേണ്ടിയിട്ടൊട്ടും ആഗ്രഹമില്ല. ഞാൻ ആർക്കും ഇതുപോലത്തെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ, എസ്പെഷ്യലി ട്രാവലിങ്ങിനിടയിൽ. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച എന്റെ ലൈഫിൽ ഞാൻ ഒറ്റയ്ക്ക് എവിടെയും ട്രാവൽ ചെയ്തില്ല. ഞാൻ ഹാപ്പി ആയിട്ട് തുടങ്ങിയിട്ട് ഭയങ്കര വലിയ വിഷമത്തോടെയാണ് ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യുന്നത്. എനിക്ക് ഇത് നോക്കി സംസാരിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. ഞാൻ ഒരുപാട് എന്റെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ തരണം ചെയ്ത് വന്നിട്ടുണ്ട്. ഇതും ഞാൻ ഓവർകം ചെയ്യും. കാരണം അങ്ങനെ ഇങ്ങനെയൊന്നും വിട്ടുകൊടുക്കാനുള്ള ലൈഫല്ല. ഞാൻ ഒരുപാട് പോരാടിയാണ് ഇവിടെ വരെ. ഈ ദിവസം വരെ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, എന്റെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ വിചാരിക്കും കഴിഞ്ഞു എന്ന് വിചാരിക്കും. പക്ഷെ അത്ര ഈസി അല്ല ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു പെണ്ണായിട്ട് ജനിച്ചിട്ട് എസ്പെഷ്യലി ഒറ്റയ്ക്ക് ഭയങ്കര ഡിഫിക്കൽട്ടാണ് ലൈഫ്, ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അതൊന്നും ആർക്കും മനസ്സിലാവില്ല. നമ്മൾ എന്തെങ്കിലും ലൈഫിൽ അച്ചീവ് ചെയ്യുന്ന സമയത്തായിരിക്കും എല്ലാവർക്കും നമ്മളെ കുറിച്ച് എന്തെങ്കിലും പറയാൻ വേണ്ടി ഉണ്ടാവുക. നമ്മളെ സങ്കടമൊന്നും എവിടെയും കാണിക്കാത്തതുകൊണ്ടാണ്. ഞാൻ ഇത് മനഃപൂർവ്വം കാണിക്കണമെന്ന് വിചാരിച്ചതല്ല. ഇതൊക്കെയും നമ്മൾ ലൈഫിൽ ഫേസ് ചെയ്യുന്നുണ്ട്. ഇതും കൂടെ നിങ്ങൾ അറിയണം. വെറുതെ ലൈഫിൽ ഹാപ്പിനെസ് കുറെ എല്ലാം നേടിയത് മാത്രമല്ല, ഒരുപാട് അനുഭവിച്ചിട്ടാണ് നമ്മൾ ഇവിടെ എത്തുന്നത്. അതാണ് സത്യം, റിയാലിറ്റി അതാണ്. നിങ്ങൾ കാണുന്നത് മാത്രമല്ല, ക്യാമറയുടെ പിന്നിൽ ഞങ്ങൾക്കൊരു ലൈഫുണ്ട്. ഞാൻ പലപ്പോഴും പല കാര്യങ്ങളും ഞാൻ കാണിക്കാറില്ല. ഇതിനേക്കാളും വലിയ പ്രശ്നം, ഇതിനേക്കാളും വലിയ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ലൈഫിൽ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ
അതൊന്നും കാണിക്കാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കരഞ്ഞ മുഖം എനിക്ക് കാണിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. സോ യാ, ദിസ് ഈസ് ദ റിയാലിറ്റി ഗൈസ്. ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എനിക്കറിയില്ല, എന്റെ മൂഡൊന്നും ശരിയല്ല. എന്തായാലും ഒന്ന് ഉറങ്ങി എണീക്കുമ്പോൾ ശരിയാവുമായിരിക്കും. അപ്പോ ഓക്കെ ഗൈസ്, ബൈ. അല്ല, ഇപ്പൊ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായാലും തുടർന്ന് ഡിപ്രഷനിലോട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കടുത്ത തീരുമാനത്തിലോട്ടോ ഒന്നും പോകണമെന്ന് ഞാൻ പറയത്തില്ല. പ്രത്യേകിച്ച് നിങ്ങൾ പെൺകുട്ടികളാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതൊക്കെ നിർത്തുക. എടാ, ഈ ലോകമേ നാറിയ ലോകോടാ. അതിന്റെ ഇടയിൽ കൂടി നമ്മൾ എന്തിനാണ് ഓരോ വള്ളി എടുത്ത് തലയിൽ വയ്ക്കുന്നത്? അതൊന്ന് ചിന്തിക്ക്. ഇവിടെ ഇന്ന് ഈ പെൺകുട്ടി പറയുന്നുണ്ട് ഞാൻ ഇനി ഒറ്റയ്ക്ക് യാത്ര ചെയ്യില്ലെന്ന്. നല്ല കാര്യമാണ്. ഞാൻ അതേ പറയത്തുള്ളൂ, ഞാൻ അതേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. എന്തിനാണ് വള്ളി എടുത്ത് തലയിൽ വെക്കുന്ന? ഒറ്റയ്ക്ക് യാത്ര ചെയ്തും ഇത് സോളോ ഇതെല്ലാം ഓക്കെയാണ്. പക്ഷേ നമ്മുടെ മനസ്സ് ഇത്രയും വീക്കാണെങ്കിൽ നമ്മൾ ഇത്രയും റിസ്ക് എടുക്കരുതെന്നേ ഞാൻ പറയത്തുള്ളൂ. അല്ലെങ്കിൽ അത്രയും ഇരട്ടക്കരളായിരിക്കണം. എന്ത് വന്നാലും കുഴപ്പമില്ല, എന്നെ ആരെങ്കിലും പിടിച്ച് പണിയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നടക്കുന്നവർക്ക് ഓക്കെയാണ്. അല്ലാത്ത പക്ഷം ഇതുപോലെ ഇരുന്ന് കരയാനാണ് നിങ്ങളുടെ മൈൻഡെങ്കിൽ ഇതുപോലത്തെ പണിക്ക് നിൽക്കരുതെന്ന് ഞാൻ പറയത്തുള്ളൂ. ഞാൻ ഉള്ള കാര്യം ഓപ്പൺ ആയിട്ട് പറയാം, ഇത്തരം പണിക്ക് നിൽക്കരുത്. ഇവിടെ ആരും സേഫ് അല്ല. ആ കാലഘട്ടത്തിലാണ് നിങ്ങൾ പോയിട്ട് ഇങ്ങനെ. ഇനി അതൊന്നും ഫേസ് ചെയ്യാനുള്ള ധൈര്യം കൂടി നിങ്ങൾക്കില്ല. ആ സ്ഥിതിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാതിരിക്കുക എന്നത് തന്നെയാണ് നല്ലത്. പിന്നെ ഉണ്ടായ അനുഭവം ഓർത്ത് ഇനി ഇരുന്ന് ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല, കഴിഞ്ഞു. ഇനിയിപ്പോൾ സംഭവിക്കാൻ പാടില്ലാത്ത പീക്ക് ലെവലിലുള്ള കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല. അതുകൊണ്ട് എന്തായാലും നടക്കാൻ പാടില്ലാത്ത നടന്നു നിങ്ങളുടെ ജീവിതത്തിൽ. ഇനി അങ്ങോട്ട് ഇത്തരം കാര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളായിട്ട് ഓരോ ഏണികളെ പിടിച്ച് നെഞ്ചത്ത് വയ്ക്കാതിരിക്കുക, സമാധാനത്തിരിക്കുക, ഓക്കെ ആവുക, മൈൻഡൊക്കെ റിലാക്സ് ആക്കിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുക. ഇനി യാത്ര ചെയ്യണമെന്നൊക്കെ തോന്നുമ്പോൾ വീട്ടിൽ സഹോദരങ്ങളോ ഭർത്താവോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെയും കൂടെ കൂട്ടിയിട്ട് യാത്രകൾ ചെയ്യുക. അല്ലാതെ ഒറ്റയ്ക്ക് സോളോ അടിച്ചിട്ട് കയറി പോയി വല്ല ഉണ്ടാക്കി വെക്കാതിരിക്കുക. ഇതെനിക്ക് പറയാനുള്ളത്. ഞാനൊരു കമന്റ് വായിക്കാം. അവളുടെ അവസ്ഥ കൃത്യമായും വ്യക്തമായും കാണിക്കുന്നുണ്ട്. അവളുടെ മുഖം കണ്ടാലും മനസ്സിലാകുന്നില്ലേ അഭിനയിക്കുന്നതാണോ നാച്ചുറലായി ഭാവം മാറുന്നതാണോ എന്ന്. ഏതെങ്കിലും ഒരുത്തി കാണിച്ച കോപ്രായത്തിന് എന്തിനാണ് നിങ്ങൾ എല്ലാ സ്ത്രീകളെയും അതുപോലെയാണെന്ന് പറയുന്നത്? ഇതിലെ കുറെ കമന്റ്സ് വായിച്ചപ്പോൾ അത് എഴുതിയവരോട് പുച്ഛമാണ് തോന്നുന്നത്. പെണ്ണുങ്ങൾ സോളോ ആയി എവിടെയെങ്കിലും പോകുന്നതിൽ എന്താണ് തെറ്റുള്ളത്? ഒരു തെറ്റുമില്ല. നിങ്ങൾക്ക് നിങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുന്നുണ്ടോ? ഇവിടെ ഈ പെൺകുട്ടിക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം വന്ന് ആ പെൺകുട്ടി ഇരുന്ന് മോങ്ങുന്നുണ്ട്. സഹായിക്കാൻ ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ? പെൺകുട്ടികൾ സോളോ പോകുന്ന തെറ്റുണ്ടോന്ന് പോയിട്ട് ഇതുപോലത്തെ അനുഭവം ഉണ്ടാക്കി പോയി. സോളോ പോകുന്ന തെറ്റുണ്ടോ? നിന്നെയൊക്കെ പോലെ ഉള്ളവരുന്ന് കമന്റ് ചെയ്താണ് ഓരോരുത്തർ ചുമ്മാ മൂപ്പിച്ചു വിടുന്നത്. ആ പെൺകുട്ടിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം ആ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് കാണിക്കുന്നുണ്ട്. വീണ്ടും പെൺകുട്ടികൾ സോളോ പോയ എന്ത് തെറ്റ്? പോയിട്ട് ഇതുപോലെ ഓരോന്ന് വരുത്തി പോയി. പിന്നെ അല്ലാണ്ട് ദേഷ്യം വരും. ഇതുപോലത്തെ കമന്റുകൾ കാണുമ്പോഴാണ് എനിക്ക് ഏറ്റവും ദേഷ്യം വരുന്നത്. പിന്നല്ലാണ്ട് ആണുങ്ങൾ തന്നെ ഈ ലോകത്ത് ഇപ്പോൾ എന്തെങ്കിലും സേഫ്റ്റി ഉണ്ടെന്ന് ഉറപ്പ് പറയാൻ കഴിയുമോ? ഈ വന്ന കമന്റ് ഇട്ട പലർക്ക് ആണുങ്ങളും സേഫല്ല, പെണ്ണുങ്ങളും സേഫല്ല, കുട്ടികളും സേഫല്ല. ഇതല്ലേ ഞാൻ വച്ച മലയാളത്തിൽ പറഞ്ഞേ. അതുകൊണ്ട് ഒറ്റയ്ക്ക് കെട്ടിയെടുത്തോണ്ട് പോകുമ്പോൾ അതിൻ്റെതായ റിസ്ക് ഉണ്ടെന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക. വല്ലവന്റെയും പുറത്ത് കഴുതപ്പുറത്ത് കയറി ഇരുന്ന് പോകുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക. അവൻ എന്ത് ചെയ്യും, ഏത് ചെയ്യുന്നൊന്നും നമുക്കറിയില്ല. അവനെ മുൻ പരിചയമുണ്ടോ? അതുമില്ല. ഇവിടെ മുൻ പരിചയമുള്ളവന്മാരെ വിശ്വസിക്കാൻ കൊള്ളൂല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എവിടെ കിടന്ന അവന്. അതുകൊണ്ട് അവനവനെ സൂക്ഷിക്കുക. എനിക്കതേ പറയാനുള്ളൂ. അല്ലാണ്ട് വന്നിരുന്നിട്ട് കൊണ പെണ്ണുങ്ങൾ സോളോ കൊള്ളൂലായിരുന്നു. പോയിട്ട് ഇതുപോലെ ഇരിക്കുമോ സാധനം? വല്ലതും മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ പറയും നമ്മൾ അമ്മാവ മൈൻഡാണ്. പെണ്ണുങ്ങൾ അടയിരിക്കണമെന്ന് വീട്ടിൽ. എന്തോന്നട ഇതൊക്കെ. ആദ്യം മനസ്സിലാക്കുക. അവൾ അവിടെ പ്രതികരിച്ചു എങ്കിൽ ഇന്ന് അവളെ ഇങ്ങനെ ജീവനോടെ കാണാൻ സാധിക്കുമായിരുന്നു. ഇല്ലെന്ന് തന്നെയാണ് ഞാനും പറഞ്ഞത്. ഒരാൾക്കെതിരെ ഒരു ക്രൂരകൃത്യം നടന്ന ശേഷം ജസ്റ്റിസ് ഫോർ ഹെർ എന്നുള്ള വാചകം പറഞ്ഞ് പ്രഹസനം കാണിക്കാൻ കുറെ ആളുകൾ വരും. എന്തിനാണ് അത്? ഇവിടെ അവനെ 10 തെറി വിളിച്ചിട്ട് എന്താണ് നമുക്ക് നേടിക്കാനുള്ള? അല്ലെങ്കിൽ ഈ പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായപ്പോൾ വീഡിയോ സഹിതം എടുത്തു വെച്ചിട്ടുണ്ടല്ലോ. അവിടെ പോലീസിൽ പരാതിപ്പെട്ടോ? ഇല്ല. അവിടെ പോലീസിൽ എന്തുകൊണ്ട് പരാതിപ്പെട്ടില്ല? അങ്ങനെ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കേണ്ടി വരും. കമന്റ് ഓളിയിലെടുത്താണ് എനിക്ക് ചോദിക്കാനുള്ളത്. വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മയത്തിൽ സംസാരിക്കുന്നത്. പിന്നല്ലാണ്ട് ദയവായി മാനസികമായി തളർന്നു നിൽക്കുന്ന സമയം കുറച്ചുകൂടി തളർത്താൻ നിൽക്കല്ലേ. നീ സ്ട്രോങ് ആയി നിൽക്കൂ, എവിടെ തളർന്നു പോകരുത്. ദാറ്റ് സത്യം മൈ റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് ഇട്ടിട്ടുണ്ട്. അതിനെ പിടിച്ച് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആണായാലും പെണ്ണായാലും പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ഓരോ കാര്യവും ആലോചിച്ച് വേണം ചെയ്യാൻ. ആരെങ്കിലും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. ഡോണ്ട് ബി സാഡ്, ബി ബ്രേവ് ഗേൾ. യൂട്യൂബ് പരിശോധിച്ചാൽ ലോകത്ത് തൊഴിൽ രഹിതരുടെ എണ്ണം 80% വർദ്ധിക്കും. ഈ ലോകത്ത് നിന്ന് യൂട്യൂബ് നിരോധിച്ചാൽ എല്ലാ വർഷവും തീരും. കണ്ണുനീർ അവസാനിപ്പിക്കുക. ഇവർക്കെതിരെ ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു മനസ്സിലല്ലേ,
അവൻ മോശമായിട്ട് പെരുമാറുന്ന രീതിയിലുള്ള വീഡിയോ ഒന്നും നമുക്കതിൽ കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഇവളുടെ ഫേസിൽ നിന്ന് നമുക്കത് വായിച്ചെടുക്കാം. ഇനി അവൻ മോശമായി പെരുമാറിയോ ഇല്ലയോ എന്നത് അവിടെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പെൺകുട്ടികൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് ഒഴിവാക്കുക. അതാണായാലും പെണ്ണായാലും ആരെങ്കിലുമൊക്കെ കൂടെ കൂട്ടുക. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നത് കൊണ്ട് നാട്ടുകാർ അറിഞ്ഞ്, അല്ലാത്ത പക്ഷം നിങ്ങൾ സോളോ ഡ്രൈവ് അടിച്ചിട്ട് ഇതുപോലെ വല്ല മോശം അനുഭവം ഉണ്ടായി മൂഞ്ചി തെറ്റിയ വല്ലവനും പിടിച്ച് പണ്ണിത്തൊലച്ച് തീർത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ആരും ഒരു പട്ടിക്കുഞ്ഞും അറിയില്ല. അവിടെ ആ കല്ലിൻ്റെ ഇടയിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവിടെ കിടന്ന് ചീഞ്ഞളിഞ്ഞ് പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് സൂക്ഷിക്കുക, അവനവനെ സൂക്ഷിക്കുക. ചോദിക്കാനും പറയാനും ഒരു പട്ടിക്കുഞ്ഞും കാണത്തില്ല. ഈ കമന്റ് ഇട്ട് പെണ്ണുങ്ങൾ സോളോ അടിച്ച എന്താ കുഴപ്പമെന്ന് പറയുന്നവരൊന്നും കൂടെ കാണത്തില്ല. ഒരു അപകടം വന്നു കഴിഞ്ഞാൽ അവരവരെ സൂക്ഷിക്കുക. എനിക്കതേ പറയാനുള്ളൂ. ലോകത്ത് നടക്കുന്ന ചെറ്റത്തനങ്ങൾ കണ്ടല്ലോ, വലിയവന്മാർ കാട്ടിക്കൂട്ടുന്ന ചെറ്റത്തനങ്ങൾ. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. പുതിയൊരു വീഡിയോ ഇടണം. ബൈ.